ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു ഓറഞ്ച് മാർമലേഡാണ്, അല്ലെങ്കിൽ ഓറഞ്ച് ജാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു 3 സിട്രസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല പഴുത്ത ഓറഞ്ച് അല്ലെങ്കിൽ സിട്രസ് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ സിട്രസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ തൊലി ചിരണ്ടി എടുക്കണം. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം തൊലി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചിരണ്ടിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ സിട്രസിൻ്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വൈറ്റ് പോർഷൻ ഇതിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇതിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ പുറത്തുള്ള ഓറഞ്ച് പോർഷൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിനുശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിലെ അല്ലി മാത്രമായിട്ട് എടുക്കാം. ഇതിലെ കുരുവൊക്കെ കളയാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനിതാ ഇവിടെ 3 ഓറഞ്ചും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ അല്ലിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ജ്യൂസ് ആക്കി എടുക്കാം. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് 1 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ എത്ര കപ്പ് ജ്യൂസ് എടുക്കുന്നോ അതിൻ്റെ പകുതി അളവിൽ വേണം നമ്മൾ ഇതിൽ പഞ്ചസാര. ഇവിടെ ഇപ്പോൾ ഞാൻ 1 കപ്പ് ജ്യൂസ് എടുത്തുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം ചെറുതാക്കി അരിഞ്ഞു വെച്ച ഓറഞ്ച് സെസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് നിങ്ങൾ ക്ഷമയോടെ കുറച്ചധികം ടൈം എടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതാകെ അടി പിടിച്ച് കരിഞ്ഞു പോകുന്നതാണ്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്കൊരു 15-20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് തൊട്ട് നോക്കിയാൽ പ്ലേറ്റ് നല്ല ക്ലീൻ ആയി കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മൾ സാധാ ജാമിൻ്റെ കൺസിസ്റ്റൻസിനെക്കാട്ടും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും. അപ്പം നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്താൽ നമുക്ക് കറക്റ്റ് തണുത്ത് കഴിയുമ്പോൾ സാധാ ജാമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എളുപ്പത്തിലുള്ള ഓറഞ്ച് മാർമലേഡ് അല്ലെങ്കിൽ ഓറഞ്ച് ജാം തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതുകൂടാതെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പ്ലം കേക്കും പിന്നെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ക്രിസ്മസ് കാലം നിങ്ങൾ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയതും വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക്